നോക്കിടോ, നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടങ്ങുമെന്ന് എപ്പോഴും എല്ലാവരും പറയില്ലേ. എന്നാൽ എനിക്കത് സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്നാലും ഞാൻ പഠിക്കൂല, പിന്നെയും ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. 8 നിലയിൽ അത് അവസാന സമയത്ത് പൊട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു പൊട്ടിയ കഥയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം മുതലേ പ്ലാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഇത് വേണം, അത് വേണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യേണ്ട ആ ടൈം ആയപ്പോൾ തന്നെ കറക്റ്റ് ചിക്കൻ ബോക്സ് ആയിട്ടും പനിയായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് നല്ല 3G ആയിട്ട് പൊട്ടിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഞാൻ മീഷോന്ന് ഈ ഒരു ബേബി റിസീവിങ് ബാഗും ബേബി ബെഡും എല്ലാം കൂടി ഒരു 840 റുപ്പീസിനെങ്ങാനും ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് എൻ്റെ മോൻ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്താണ് കേട്ടോ മീഷോയിൽ ചേട്ടൻ ഇതിങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആളത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഓപ്പൺ ചെയ്യണം, കാരണം അവനിക്ക് എന്തോ സർപ്രൈസ് ഒരുക്കിയതാണെന്നാണ് ആൾ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ബേബിക്കുള്ള സാധനം അത് കണ്ടപ്പോൾ ആദ്യം ഒന്ന് സങ്കടപ്പെട്ടെങ്കിലും പിന്നെ അവൻ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചെക്കൻ്റെ ഉള്ളിലൊരു വിഷമമുണ്ട്, ഓനിക്ക് മാത്രം അതിലൊന്നും ഇല്ലല്ലോ എന്നല്ലേ. അങ്ങനെ അവസാനം അവന് ആ ബെഡിൻ്റെ ഉള്ളിലുള്ളൊരു ചെറിയൊരു പില്ലോ അവനെടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് വേണം, എനിക്കും ബേബിക്കും ഒരേപോലത്തെ പില്ലോ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. കാരണം അയാൾക്ക് എന്തെങ്കിലും കിട്ടണം, അതാണ് സംഭവം. പിന്നെ പാവല്ലേ, മനസ്സ് വിഷമിപ്പിക്കേണ്ടത്, അതിനോട് വലിയ ഉപകാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെക്കന് കൊടുക്കുകയും ചെയ്തട്ടോ. എന്നാലും ഞാൻ എൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുന്നു, എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവസാന നിമിഷം ഞാൻ തട്ടിക്കൂട്ടുന്ന ഒരവസ്ഥ. ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് അവസാന നിമിഷം ഒന്നും നടക്കാണ്ട് പോയത്?